ഹലോ ഗൈസ്. സോ ഞാനിപ്പം വന്നെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ ജോർജിയയിലാണുള്ളത്. സോ ഞാൻ ജോർജിയയിലോട്ട് വരുന്നതിന് മുമ്പുള്ള കുറച്ച് വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഷോപ്പിങ്ങും അങ്ങനെ കുറച്ച് ക്ലിപ്സായിട്ട് എടുത്ത് വെച്ചുകൊണ്ടിരുന്നേ. ഇപ്പോൾ എഡിറ്റ് ചെയ്യാനിരുന്നപ്പോഴാണ് അത് ഞാൻ അപ്ലോഡ് ചെയ്തത് നിങ്ങൾക്കൊന്നും മനസ്സിലാവത്തില്ല എന്ന് എനിക്ക് മനസ്സിലായത്. അപ്പം ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ തന്നിട്ട് ഇടാമെന്ന് വെച്ചു. അതിലും കുറച്ച് ഇൻട്രോ ഉണ്ട്, അതും ഞാൻ ആഡ് ചെയ്യാം. സംഭവം എന്താണെന്ന് വെച്ചാൽ എൻ്റെ അമ്മ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് ഒരു 5 ഡേയ്സ് മുമ്പ് ദുബായിലോട്ട് പോയി. അവിടെ നിന്നാണ് ഞാൻ ജോർജിയയ്ക്ക് വന്നത്. അപ്പോൾ നാട്ടിൽ നിന്ന് ദുബായിലോട്ട് പോകുന്നതിനും കുറച്ച് ക്ലിപ്സ് ഉണ്ട്. പിന്നെ അവിടെ ചെന്നിട്ടുള്ള ഷോപ്പിങ്ങിൻ്റെ ഒക്കെ ക്ലിപ്സാണ് കൂടുതലും ഉള്ളത് നാട്ടിൽ നിന്നുള്ളതിനേക്കാൾ. അപ്പോൾ അങ്ങനെയാണ് സംഭവം. സോ അങ്ങനെ ആയിരിക്കും. ഞാൻ പാർട്ട് 1, 2, 3 ആയിട്ട് ഇടാം. കുറച്ച് വീഡിയോസ് ഉണ്ട്, അത് ഞാൻ അങ്ങനെ പാർട്ടായിട്ട് ഇടാം കേട്ടോ. സോ അപ്പം നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഡേയ്സ് ബിഫോർ മൂവിങ് ടു അബ്രോഡ് ആയിരിക്കും. അത് ഓരോ പാർട്ടായിട്ട് ഇടാം. ഇപ്പം നിങ്ങൾക്ക് ക്ലാരിറ്റി വന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ അപ്പം വീഡിയോ കാണാം. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു എ വീഡിയോ. പറഞ്ഞു ഞാൻ ഇടുവേ. ആ, എന്താ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കൊടുക്കുക. ഇന്ന് പാക്കിംഗ് ആണ്. അതെ, എന്തിനുള്ള? ജോർജിയ പോവാണ്. അതെ, അതിന് പാക്കിംഗ്. സോ ലെറ്റ്സ് പാക്ക്. ഇനി പറ, ഞാൻ പോകുന്നതിനെ പറ്റി എന്താ അഭിപ്രായം? വളരെ സന്തോഷം. കണ്ടോ എന്റെ സ്വഭാവം നോക്ക്, സന്തോഷം. അതെ, വളരെ സന്തോഷം. കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ട് പോകുക. അത് ഞാനും അടിച്ചു മാറ്റണം. അതെ, അല്ലേ മാറ്റുന്നുണ്ടല്ലോ. എന്നിട്ട് എന്നിട്ടെന്തുവാ, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ അടിച്ചു മാറ്റുക. അതിനാണല്ലോ ഞാൻ പാക്ക് ചെയ്യാനെന്ന് പറഞ്ഞ് വന്നത്. അതെ, ഓക്കെ. അപ്പൊ നമുക്ക് പാക്ക് ചെയ്തിട്ട് കാണാം. അല്ല, പാക്ക് ചെയ്യുന്നത് കാണാം. പാക്ക് ചെയ്തിട്ട് കാണാം. ടാറ്റാ. സോ എൻ്റെ കോലവും ബാക്ക്ഗ്രൗണ്ടും ഫാൻ്റെ സൗണ്ടും എല്ലാം ഇഗ്നോർ ചെയ്യാം. ബിക്കോസ് ലൈറ്റൊന്നും ഇല്ല. എനിക്ക് ഇവിടെ വെട്ടം കുറവാണ്. റിംഗ് ലൈറ്റ് സംഭവങ്ങളൊന്നും ഇല്ല. അങ്ങനെ പാക്ക് ചെയ്ത് വെച്ചേക്കുവായതുകൊണ്ട് ഒന്നുമില്ല. അപ്പോൾ ഞാൻ വീഡിയോയുടെ ഇൻട്രോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനും എൻ്റെ അനിയത്തിയും കൂടെ ബാഗ് പാക്ക് ചെയ്യുന്ന കാര്യം പോകുന്നതിൻ്റെ. അത് ഇന്നലെ പാക്ക് ചെയ്താൽ തുടങ്ങി, ബാക്കി വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇന്നലെ പാക്ക് ചെയ്തൊക്കെ സെറ്റാക്കി വെച്ചു. പക്ഷെ വീഡിയോ ബാക്കി അവളുടെ കൂടെ എടുക്കാൻ പറ്റിയില്ല. അതെനിക്ക് കുറച്ച് വിഷമമായി. അവളുടെ കൂടെ എടുക്കാൻ പറ്റിയില്ല, എടുക്കണമായിരുന്നു. അപ്പോൾ എൻ്റെ മുഖം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം, ഒരു വശപ്പശകല്ലേ. ഓഫ് കോഴ്സ് സങ്കടമുണ്ട്. കാരണം നമ്മളൊരു 10-20 വർഷം ഒരു സ്ഥലത്ത് തന്നെ നിന്നിട്ട് പുതിയതായിട്ടൊരു സ്ഥലത്ത് പോകുന്ന പുതിയ ആൾക്കാർ, പുതിയ സ്ഥലം, എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ അതുമായിട്ട് പൊരുത്തപ്പെടാൻ കുറച്ച് ടൈം എടുക്കുമല്ലോ. അപ്പോൾ അതിൻ്റേതായ വിഷമമുണ്ട്. വീട്ടുകാരെ വിട്ടിട്ട് പോകുന്നതിൻ്റെ വിഷമമുണ്ട്. എന്തായാലും നമുക്ക് പോയേ പറ്റത്തുള്ളൂ, അത് വേറൊരു സത്യം. ഓക്കെ, അപ്പോൾ അങ്ങനെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ എടുക്കാമെന്ന്, പാക്കിംഗ് വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ നടന്നില്ല. ബിക്കോസ് എനിക്ക് ഇന്നലെ നല്ല അടിപൊളി തലവേദനയായിരുന്നു. അപ്പം അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് നേരം കിടക്കും, പാക്കിങ് ചെയ്യും, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ കൂട്ടിയും കുറച്ചുമൊക്കെ എങ്ങനെയൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എയർപോർട്ടിൽ ചെന്നിട്ട് അറിയാം എന്താണ് അവസ്ഥ എന്ന ലഗേജിൻ്റെ. സോ ഞാൻ മാക്സിമം വീഡിയോ എടുക്കാൻ ട്രൈ ചെയ്യാം. പിന്നെ എയർപോർട്ടിൽ ചെന്ന് കരഞ്ഞ് കുളമാക്കിയാൽ എനിക്കറിയത്തില്ല വീഡിയോ എടുക്കാൻ പറ്റുമെന്ന്. എന്നാലും ഞാൻ പറ്റുന്ന ക്ലിപ്സൊക്കെ ആഡ് ചെയ്യാം. എന്തായാലും ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യും. കാരണം കുറേ വീഡിയോസ് എടുത്ത് വെക്കും, അപ്ലോഡ് ചെയ്യത്തില്ല. പക്ഷേ ഇതെന്തായാലും ഞാൻ അപ്ലോഡ് ചെയ്യും. സോ അപ്പോൾ അത്രയേ ഉള്ളൂ. ബാക്ക്ഗ്രൗണ്ടൊക്കെ ഇഗ്നോർ ചെയ്യുക. എല്ലാം അലങ്കോലമായിട്ട് ഇട്ടേക്കുവാണ്, പാക്ക് ചെയ്തിട്ടും സംഭവങ്ങളൊക്കെ. സോ അപ്പോൾ അത്രയേ ഉള്ളൂ. ബാക്കി നമുക്ക് എയർപോർട്ടിൽ ചെന്നിട്ട് കാണാം. പോകുന്ന വഴി എടുക്കാനുള്ള മാനസികാവസ്ഥയാണോന്ന് എനിക്ക് തോന്നുന്നില്ല. ബട്ട് സ്റ്റിൽ ഓക്കെ. അപ്പോൾ ഞാൻ ഇപ്പോൾ പോകുന്നത് ജോർജിയയിലോട്ടല്ല, ഇപ്പോൾ ദുബായിലോട്ടാണ് പോകുന്നത്. ദുബായിൽ ചെന്നിട്ട് ഒരു 5 ഡേയ്സ് അവിടെ സ്റ്റേ ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ജോർജിയയിലോട്ട് പോകുന്നത്. ഇന്ന് ഡേറ്റ് 27th ആണ്. 28th ആണെങ്കിൽ ദുബായിക്കുള്ള ഫ്ലൈറ്റ് ആൻഡ് April 3rd ജോർജിയയ്ക്കുള്ള ഫ്ലൈറ്റ്. എല്ലാം നല്ലപോലെ നടന്നു കഴിഞ്ഞാൽ എല്ലാം നമ്മൾ വിചാരിച്ച പോലെ നടക്കും. ഇൻഷാ അല്ലാഹ് വിചാരിക്കുന്നു നടക്കുന്നു. സോ അപ്പോൾ അത്രയേ ഉള്ളൂ. ബാക്കി നമുക്ക് നോക്കാം. സോ ഗൈസ്, നമ്മളങ്ങനെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലെത്തി. നമ്മൾ നല്ല നേരത്തെ എത്തിയത്. ഇപ്പോൾ കുറച്ച് പ്രശ്നങ്ങളൊക്കെ, ക്രൈസിസൊക്കെ നടക്കുന്നതുകൊണ്ട് 4 hours മുമ്പ് റിപ്പോർട്ട് ചെയ്യാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ ഓൾറെഡി 5 hours മുമ്പ് സംതിങ് എത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല നേരത്തെ ആയിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചത്രയും ഞാൻ കരഞ്ഞ് കുളമാക്കിയില്ല. വീട്ടിലിരുന്ന് ഒരു സെറ്റ് കരഞ്ഞതേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ എയർപോർട്ടിൽ വന്നിട്ട് പോകാൻ നേരത്ത് ഒന്നും കരഞ്ഞില്ല. ആൻഡ് ഐ എം പ്രൗഡ് ഓഫ് ദാറ്റ്. പക്ഷേ ദുബായിൽ നിന്ന് പോയപ്പോൾ കരഞ്ഞു കേട്ടോ. ഓക്കെ. സോ ഗൈസ്, നമ്മൾ എയർപോർട്ടിൽ വന്നു. ചെക്ക് ഇൻ കഴിഞ്ഞു, ഇമിഗ്രേഷൻ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഇതിന് മുമ്പുള്ള ക്ലിപ്സ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല.
സോ ഇതെടുക്കാമെന്ന് വിചാരിച്ചു. ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി. ഓക്കെ, ഇനി ഫ്ലൈറ്റിൽ കയറുമ്പം വീഡിയോ എടുക്കാൻ അവർ ട്രൈ. ഓക്കെ, അപ്പോൾ നമുക്ക് പോകാം. സോ ഗൈസ്, നമ്മൾ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ നല്ല നേരത്തെ എത്തിയെന്ന്. നമ്മുടെ എന്താ പറയുക, ചെക്കിങ്ങിൻ്റെ ഒന്നും തുറന്നിട്ട് പോലും ഇല്ലായിരുന്നു. ഞാൻ വന്നൊരു 1 hour കഴിഞ്ഞിട്ടാണ് ഓപ്പൺ ആയത് തന്നെ. അപ്പോൾ ഞാൻ എമിറേറ്റ്സ് ആയിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്, വേറെ ഫ്ലൈറ്റ് ഒന്നും അവൈലബിൾ അല്ലായിരുന്നു. സോ അങ്ങനെ എമിറേറ്റ്സ് ആണ് എടുത്തത്. അങ്ങനെ ഞാൻ ചെക്കിൻ സമയത്ത് അവരെന്നോട് പറഞ്ഞായിരുന്നു ഒരു ബിസിനസ് ക്ലാസ് അപ്ഡേറ്റിൻ്റെ സംഭവം ഉണ്ട്, ചിലപ്പോൾ ആകുമെന്ന്. പക്ഷെ അപ്പോൾ ഒന്നും അവർ തന്നില്ല. എനിക്ക് എക്കോണമിയുടെ ബോർഡിംഗ് പാസ് ഒക്കെയാണ് കിട്ടിയേ. കയറുന്ന വരെ ഒന്നുമില്ലായിരുന്നു. കയറാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് നമ്മൾ ഗേറ്റിൽ നിന്നും ബോർഡിംഗ് പാസ് കൊടുത്തപ്പോഴാണ് ട്വിസ്റ്റ് ഉണ്ടായത്. എനിക്ക് ബിസിനസ് ക്ലാസ് അപ്ഗ്രേഡ് കിട്ടി, അതും എമിറേറ്റ്സിൽ. ഞാൻ ഷോക്കായിപ്പോയി കേട്ടോ. സീരിയസ്ലി ഞാൻ പ്രതീക്ഷിച്ചില്ല. അങ്ങനെ ദുബായിൽ നമ്മൾ ഏകദേശം 4 hour ഉണ്ടായിരുന്നു. ബിസിനസ് ക്ലാസ്സിലാണ് നമ്മൾ ഫ്ലൈ ചെയ്തത്. എമിറേറ്റ്സിൽ ഞാൻ നേരത്തെ ഫ്ലൈ ചെയ്തിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫ്ലൈറ്റാണ്. സോ അതിൻ്റെ ബിസിനസ് ക്ലാസ്സും കൂടി എക്സ്പീരിയൻസ് ചെയ്യാൻ എന്തായാലും ഈ വട്ടം ഒരു ഭാഗ്യം ഉണ്ടായി. ആൻഡ് ഇറ്റ് വാസ് എ നൈസ് സർവീസ്. അടിപൊളി സർവീസായിരുന്നു, ഒന്നും പറയാനില്ല. അതിൻ്റെ കുറച്ച് ക്ലിപ്സും ഞാൻ എടുത്തിട്ടുണ്ട്. സോ അതും നമുക്ക് കാണാം. സോ സത്യം പറഞ്ഞാൽ 4 മണിക്കൂർ ഫുൾ ഫുഡ് കഴിച്ച് ക്ഷീണിച്ചെന്ന് പറയാം. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തപ്പോൾ തന്നെ അവർ വെൽക്കം ഡ്രിങ്ക് വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഓറഞ്ച് ജ്യൂസ് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ അത് മേടിച്ചില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് നമുക്ക് കാഷ്യൂ, എനിക്ക് തോന്നുന്നു മസാല കാഷ്യൂ ആയിരുന്നെന്ന്, അതും ആപ്പിൾ ജ്യൂസും കൂടി, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, അത് ആപ്പിൾ ജ്യൂസാണ്, അതും കൂടി വന്നു. അതങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിന് മീൽ വന്നു, ചോറും അങ്ങനെ കുറച്ച്. ഞാൻ വെജാണ് എടുത്തത്, നോൺ വെജ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ഫുഡൊക്കെ വന്നു. ഫുഡ് കഴിച്ച് വയറ് നിറഞ്ഞ് ബിസിനസ് ക്ലാസ്സിലായതുകൊണ്ട് തന്നെ നല്ല കിടന്ന് പോകുമായിരുന്നു. അങ്ങനെ 4 മണിക്കൂർ പോയതേ അറിഞ്ഞില്ല. നല്ല അടിപൊളി ഉറക്കം ഉറങ്ങി എണ്ണിച്ച്, വയറൊക്കെ നിറഞ്ഞ് ഉറങ്ങി എണ്ണിച്ചപ്പോഴത്തേക്കിന് നമ്മൾ ദുബായ് എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ സേഫായിട്ട് ഫൈനലി ലാൻഡ് ചെയ്തു. വാറിൻ്റെ ഒക്കെ പ്രശ്നം ഉണ്ടായിരുന്നു, പക്ഷേ ദൈവം സഹായിച്ച് ഞാൻ ഇറങ്ങിയ സമയത്ത് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല സേഫായിട്ട് നമ്മൾ ദുബായിലെത്തി. സോ ഗൈസ്, നമ്മൾ ദുബായ് ലാൻഡ് ചെയ്തതിന് ശേഷം ഞാൻ വീഡിയോസ് ഒന്നും എടുത്തില്ല. ആൻഡ് ഈ ഒരു ക്ലിപ്സ് എന്നെ വിളിക്കാൻ വന്നപ്പോൾ എടുത്തതാണ്. ഇത് മാത്രമേ ഉള്ളൂ എൻ്റെ കയ്യിൽ. അത് കഴിഞ്ഞിട്ട് നമ്മൾ വൈകിട്ട് ഷോപ്പിങ്ങിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നെക്സ്റ്റ് ഡേയിൽ നമ്മൾ അമ്പലത്തിലൊക്കെ പോയി. അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ആയിരുന്നു. കൂടുതലും ഷോപ്പിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്. സോ നമ്മൾ ദുബായ് ലാൻഡ് ചെയ്തത് വരെയാണ് ഈ ഒരു വീഡിയോ. നെക്സ്റ്റ് വീഡിയോയിൽ പാർട്ടായിട്ട് ഞാൻ അടുത്തതിടാം. അതായത് നമ്മൾ നവംബറിൽ ഒരു ഷോപ്പിങ്ങിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, ഫസ്റ്റ് ഷോപ്പിംഗ് ഫോർ ജോർജിയ. സോ അത് തൊട്ടിട്ട് പിന്നെയുള്ള ഷോപ്പിങ്സിൻ്റെ ഒക്കെ കുറച്ച് ക്ലിപ്സ് ഉണ്ട്. സോ എല്ലാം കൂടി കമ്പൈൻ ചെയ്ത് ഞാൻ പാർട്ട് 2 ഇടുന്നതായിരിക്കും. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സോ ബൈ.